പലപ്പോഴും നമ്മളെ അലട്ടുന്ന വലിയ പ്രശ്നമാണ് കുക്കിംഗ് ഗ്യാസ് കിട്ടാതെ വരുന്നത്. ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ അടുക്കള പുകയില്ലെന്ന് മാത്രമല്ല, വീട്ടമ്മമാരുടെ മുഖം വീർപ്പിക്കലും കാണണം. എന്താ, ശരിയല്ലേ? അവർക്ക് പാചകം ചെയ്യണമെങ്കിൽ ഗ്യാസ് വേണം. ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ അത് ഗൃഹനാഥൻ്റെ കുഴപ്പമാണെന്നാണ് പല വീട്ടമ്മമാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്തു ചെയ്യാം? പാവം ഭർത്താക്കന്മാരുടെ ഒരു ഗതിയെ. ഇപ്പോൾ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്യാസ് കിട്ടാനില്ല. ഗ്യാസിനായി നെട്ടോട്ടമോടുകയാണ് പലരും. അതിൽ ഹോട്ടലുകാരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഗ്യാസിന് പകരം എഥനോൾ ഉപയോഗിക്കുന്നതിൻ്റെ സാധ്യത പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ധന പ്രതിസന്ധി രൂക്ഷമാക്കിയതാണ് പകരം സംവിധാനം ആലോചിക്കുന്നത്. രാജ്യത്തെ ഡിസ്റ്റിലറികളുടെ കൈവശം മിച്ചമുള്ള 1000 കോടി ലിറ്റർ എഥനോൾ പാചക ആവശ്യങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഇത് സംബന്ധിച്ച ധവളപത്രം ഉടൻ മന്ത്രിതല സമിതിക്ക് സമർപ്പിക്കും. ഹോട്ടലുകൾ, വിമാനത്താവളങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി അധിക ഉപഭോഗമുള്ള മേഖലകളിൽ എഥനോൾ ഉപയോഗിച്ചാൽ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനാകും. LPG ഇറക്കുമതിയിലെ അമിത ആശ്രയത്വം ഒഴിവാക്കുകയും ചെയ്യും. പെട്രോളിയം, റോഡ് ഗതാഗതം, ഖനവ്യവസായം, ഭക്ഷ്യം എന്നീ മന്ത്രാലയങ്ങൾ ഉൾപ്പെടുന്ന സമിതിയാണ് എഥനോൾ നയം രൂപീകരിക്കുന്നത്. വ്യവസായ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും. ഇപ്പോൾ തന്നെ രാജ്യത്ത് എഥനോൾ ഉൽപ്പാദനശേഷി 2000 കോടി ലിറ്ററായി ഉയർന്നു. പെട്രോളിൽ 20% എഥനോൾ കലർത്തണമെന്ന നിബന്ധന പാലിച്ചാലും 1000 കോടി ലിറ്റർ മിച്ചമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സമീപകാലത്ത് 40,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ മേഖലയിലുണ്ടായത്. ചോളം, നെല്ല്, കരിമ്പ് തുടങ്ങിയവയിൽ നിന്ന് നിർമ്മിക്കുന്ന എഥനോളിൻ്റെ പ്രചാരം കർഷകർക്കും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും കരുത്താകും. വാണിജ്യ LPG കിലോ 103 രൂപ വില വരുമ്പോൾ ജലാംശമുള്ള ഹൈഡ്രസ് എഥനോളിന് 70 രൂപ മാത്രമാണ് ചെലവ്. LPGക്ക് 12,000 കലോറി ലഭിക്കുമ്പോൾ എഥനോളിന് 7,100 കലോറിയെ ലഭിക്കും. അതാണ് ഏക പോരായ്മ. അതിനാൽ കൂടുതൽ അളവിൽ എഥനോൾ ഉപയോഗിക്കേണ്ടി വരുമെങ്കിലും പരിസ്ഥിതി സൗഹൃദമാണെന്നതും നേട്ടമാണ്. മാത്രമല്ല, LPG ഇറക്കുമതി ആശ്രയത്വം കുറയ്ക്കുകയും ചെയ്യാം. കാർബൺ ബഹിർഗമനം നിയന്ത്രിക്കാം. കർഷകർക്ക് അധിക വരുമാനം ലഭിക്കും. എഥനോൾ ഉൽപ്പാദനത്തിൽ അധിക നിക്ഷേപം എത്തുമെന്നും കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നു.